എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? എല്ലാവർക്കും ഞാനൊരു സുപ്രഭാതം നേരുന്നു. കേരളത്തിലെ എല്ലാ ജില്ലകളിലും മഴയാണ്, പക്ഷെ പാലക്കാട് മാത്രം മഴയില്ല. വന്നോളൂ, ഇനി ഒന്നിച്ചല്ലേ എല്ലാം കൂടെ അടച്ച്. ഇന്നലെ കണ്ടില്ലേ ടി വിയിലൊക്കെ നമ്മളെ കർഷകരുടെ കൃഷിയെല്ലാം നശിച്ചു. അയ്യോ, ഓരോരുത്തരും വന്ന് സങ്കടപ്പെടുന്ന കാണുമ്പോൾ നമ്മുടെ മനസ്സും വല്ലാണ്ട് സങ്കടപ്പെടുകയല്ലേ. കഷ്ടം, പാവങ്ങൾ കടമൊക്കെ മേടിച്ചല്ലേ ഇതൊക്കെ ചെയ്തത്. അപ്പോൾ അവർക്കൊക്കെ സർക്കാരിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ആനുകൂല്യങ്ങൾ കിട്ടട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അല്ലേ? അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ രാവിലത്തെ ഒരു കട്ടൻ കാപ്പി കഴിഞ്ഞു, അത് കഴിഞ്ഞ് ചായ കൂടി കഴിഞ്ഞു. അത് കഴിഞ്ഞിപ്പം ഞാൻ എൻ്റെ പ്രഭാത ഭക്ഷണം ഇന്ന് കോറ ഓട്ടടയാണ്. കോറ ഓട്ടട നിങ്ങളൊക്കെ ഉണ്ടാക്കുന്നതല്ലേ, എങ്കിലും ഞാൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറയാം. ആവശ്യത്തിന് 1 കപ്പ് കോറ എടുത്തു, അതിലേക്ക് ലേശം ഉപ്പിട്ടു, ലൈറ്റ് ചൂടുള്ള വെള്ളം ഒഴിച്ച് അതിനെ ഇലയിൽ പരത്തത്തക്ക രീതിയിൽ നമ്മളത് കുഴച്ചെടുത്തു കഴിഞ്ഞ് നമ്മൾ ഇല കൊണ്ടുവന്നു ഇലയിലേക്ക് ആ മാവ് വെച്ച് നമ്മൾ കുഴച്ചിട്ട് അതിൻ്റെ നടുക്കായിട്ട് നാളികേരം ആവശ്യത്തിന് വിതറി കഴിഞ്ഞിട്ട് നമ്മളതിനെ മടക്കി അങ്ങനെ വെച്ചിരിക്കുന്നതാണ്. എന്നിട്ട് ചീനിച്ചട്ടി ചൂടായപ്പോൾ അതിലേക്കിട്ട് ഇനി ഇത് തിരിച്ചും മറിച്ച് വിടുമ്പോൾ നല്ല സൂപ്പർ കോറ അടയാവും. നല്ല പോഷകമൂല്യമുള്ളതാണല്ലോ, കുട്ടികൾക്ക് കൊടുക്കാം, പ്രായമായവർക്ക് കൊടുക്കാം, നമുക്ക് എല്ലാവർക്കും കഴിക്കാവുന്നതാണല്ലോ. അപ്പോൾ ഇന്നത്തെ സുപ്രഭാതത്തിൽ നിങ്ങളൊക്കെ ഇതൊന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ. എല്ലാവർക്കും ഒരു സുദിനം ആശംസിക്കുന്നു. എല്ലാവർക്കും നന്മകൾ മാത്രം വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ സരസ്വതി ടീച്ചർ.